ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോക്കനട്ട് ഷെല്ല് കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കോക്കനട്ട് ഷെല്ല് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുഴുവനായിട്ടുള്ള ഒരു കോക്കനട്ടിൻ്റെ ഷെല്ല് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കണം, ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതിനെ ഇതുപോലെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ആക്സോ ബ്ലേഡോ മറ്റോ ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ചതിന് ശേഷം കളർ പെൻസിൽ ഏതെങ്കിലും യൂസ് ചെയ്ത് അതിന് മാർക്കിംഗ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ആക്സോ ബ്ലേഡ് കൊണ്ട് അതിന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ രണ്ടും ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ എല്ലാം അഴുക്കെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. സാൻഡ് പേപ്പർ മറ്റോ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഏതെങ്കിലും ഗ്ലൂ വെച്ച് നമുക്കതിന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് വേണം ഷെല്ലിൻ്റെ പുറം ഇരിക്കാനായിട്ട്. നമുക്ക് നല്ലതുപോലെ ഇത് ഫിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി അല്പം ഓയിൽ പുരട്ടുന്നുണ്ട്. ഇത് സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ പുരട്ടി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അതിനൊരു കറുത്ത നിറം കിട്ടും. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ കൈകൊണ്ട് തന്നെ പുരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബ്രഷ് യൂസ് ചെയ്ത് പുരട്ടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം ഒരു ദിവസം നിങ്ങളിങ്ങനെ വെക്കണം. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നല്ലതുപോലെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ്. വാർണിഷ് 1-2 കോട്ട് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. ആ ഒരു ഗ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നല്ലതുപോലെ നമ്മൾ വാർണിഷ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. എല്ലായിടത്തും നല്ലതുപോലെ അടിച്ചതിന് ശേഷം നല്ലതുപോലെ ഉണങ്ങാനായിട്ട് വെക്കണം. ഇനി നമുക്ക് അല്പം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ പിസ്തയുടെ ഷെൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പിസ്ത കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പുറമേ വരുന്ന തോടുണ്ടല്ലോ, അത് തന്നെയാണ് ഉപയോഗിച്ചത്. അത് നമ്മൾ നല്ലതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് അടിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് അതിലേക്കായിട്ടുള്ള ലീഫ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഫിനിക്സ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രീപ്പ് പേപ്പറോ അങ്ങനെ ഏതെങ്കിലും പേപ്പർ കൊണ്ട് നമുക്കത് ലീഫ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഒരു ഈസി മെത്തേഡായിട്ട് ഞാനങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരുമിച്ചങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതൊരു ലീഫിൻ്റെ ഷേപ്പിൽ ഏതെങ്കിലും ഒരു ലീഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ചെയ്യാം. ഞാനിതുപോലെ അല്പം നീളത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ലീഫിൻ്റെ ഒരു ഇത് കട്ട് ചെയ്ത് പേപ്പറിൽ നിങ്ങൾക്ക് വരച്ച് കട്ട് ചെയ്തതിന് ശേഷം അത് മേളിൽ വെച്ചിട്ട് വരച്ചാലും മതി. കത്രിക കൊണ്ട് ഇതുപോലെ കാണിച്ചാൽ അല്പം വളഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മുടെ ലീഫെല്ലാം ഇവിടെ റെഡിയായി കിട്ടി. ഇനി നമുക്ക് ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള കമ്പി കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ എല്ലാ കടകളിലും ഇപ്പം ഫ്ലവർ ചെയ്യുന്നതിന് വേണ്ടി കിട്ടുന്ന കമ്പിയാണ്. അപ്പോൾ നമ്മൾ ഏത് കടയിൽ ചോദിച്ചാലും ഇപ്പം ഇതുപോലത്തെ കമ്പികൾ കിട്ടും. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത്ര ലെങ്ത്തിൽ കമ്പികൾ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ പിസ്തയുടെ ഷെൽസ് തമ്മിൽ യോജിപ്പിക്കാം. ഒരു ഫ്ലവറിൻ്റെ മോഡലിൽ നമുക്കതങ്ങ് ഒട്ടിച്ചെടുക്കാം. കമ്പി അകത്ത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെ ഇതുപോലെ ആദ്യം ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം കമ്പി വയ്ക്കാം. ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഗ്ലൂ ഗൺ വെച്ച് കഴിയുമ്പോൾ അതവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. ഇനി നമുക്ക് കമ്പി അകത്തിട്ട് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതായിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പി വിട്ടു പോരാനൊരു ചാൻസ് ഉണ്ട്. ഇത് കമ്പി അകത്തിരിക്കുമ്പോൾ അങ്ങനെ കമ്പി വിട്ടു പോരില്ല. പുറത്താണെങ്കിൽ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യണോണ്ട് അതങ്ങനെ വരാൻ ചാൻസ് ഇല്ല. എന്നാലും ഇത് കുറച്ചുകൂടി നമുക്ക് ഈസിയാണ്.
ഈ ഫ്ലവറിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ്. ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ ലീവ്സും അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോക്കനട്ട് ഷെല്ല് കൊണ്ടുള്ള ഫ്ലവർ വേസും ഫ്ലവേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.